ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വലിയൊരു യാത്ര പോകുന്ന പോലെയാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത്. പക്ഷേ ജസ്റ്റ് 1 day ട്രിപ്പാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. നമ്മൾ വർക്കല പോവാണ്. വലിയ ആനക്കാരിയൊന്നും അല്ല, പക്ഷേ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും നമ്മളിപ്പോൾ എത്രയാണ് ഒരു more than 10 years ആയിട്ട് എല്ലാവരും ഫ്രണ്ട്സാണ്. more than 12-13 years ആയിട്ട് എല്ലാവരും ഫ്രണ്ട്സാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇതുവരെ ട്രിപ്പ് പോയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും കുറേ വർഷങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണം, പേരൻസ് ആരും ഇല്ലാതെ. അപ്പോൾ ഇന്നാണത് ഫൈനലി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈ കാറാണ് പോകുന്നത്. ഞാനൊരു കാർ എടുക്കും, എൻ്റെ ഫ്രണ്ട് ആരത്തി ഒരു കാർ എടുക്കും. നമ്മൾ 6 പേരാണ്. അവിടെ നമ്മൾ ക്ലിഫ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, ലേറ്റായി, 7 മണി ആവാറായി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണം, അവിടെ എല്ലാവരും വരും. അവിടെ നിന്ന് നമ്മൾ സ്ട്രേറ്റ് പോകും. പിന്നെ ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് എടുക്കാം. സാധാരണ ഞാനാണ് എപ്പോഴും ലേറ്റ്. പക്ഷെ ഇന്ന് ഞാൻ ഇവരുടെ ട്വിൻസിൻ്റെ വീട്ടിലാണ് വന്നത്. അവരുടെ വീട് ഇവിടെ അടുത്താണ്. ദേവനദി അവിടെ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തു. അപ്പോൾ ഞാനും ആരത്തിയാണ് കാറിൽ എത്തേണ്ടത്. ഇനി ആരത്തിയും ഗൗരി എത്താനുണ്ട്. എക്സൈറ്റഡ് ആണോ ഗൈസ്? ഞാൻ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് നാച്ചുറലായിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഇത് ലൈഫ് ട്രിപ്പിന് പോകുന്ന പോലെ. എന്റെ പെട്ടി കണ്ടെത്തുന്നു ഞാൻ 1 മാസത്തേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മളിവിടെ ജസ്റ്റ് 40 കിലോമീറ്റർ അപ്പുറത്തുള്ള വർക്കലിലാണ് പോകുന്നത്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഗേൾസ് ആയിട്ടൊക്കെ പോകുന്നത്. എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ 21-22 അല്ലേ? ഇത്രയും വയസ്സായിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. സോ എക്സൈറ്റഡ്. ഇനി ബാക്കി എല്ലാവരും കൂടെ വന്നിട്ട് ഞാൻ അടുത്ത് ബിറ്റ് എടുക്കാം. എനിക്ക് കണ്ണാടി വെക്കുന്നുണ്ട്. അപ്പോഴാലോ ചോദിച്ചു, ഓൾറെഡി ഒരു കണ്ണാടി. അടുത്ത റൈഡർ എത്തിയിട്ടുണ്ട്. അതെ, അടുത്ത റൈഡർ എത്തിയിട്ടുണ്ട്. പാട്ട് പുറത്ത് കേൾക്കാല്ലേ. ഫൈനലി ഗൗരിയും എത്തിയിട്ടുണ്ട്. ഗൈസ് എക്സൈറ്റഡ്. എല്ലാരും എത്തി ഗൈസ്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞാൻ പഴമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ഓൺ ദ വേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അവിടെ എടുക്കാം. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആരോടെങ്കിലൊക്കെ എടുക്കാൻ പറയാം. നമ്മൾ 6 പേരാണ്. The gang. Of the India. Okay, bye. Okay, bye. Country. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ അൽസാജിന്റെ ഒരു സ്ഥലത്ത് വന്നേക്കുക. കാറൊക്കെ പാർക്ക് ചെയ്തു. സമയം 8:13, 8:15 ആകാറായി. ഇവിടെ നമ്മളൊരു 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇറങ്ങണം. കാരണം രാവിലെ പോയാൽ മാക്സിമം ബ്ലോക്ക് ഒഴിവാക്കി പോവാം. ഓക്കെ, അപ്പോൾ ബൈ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. അതൊക്കെ ലേറ്റ് ആവാതെ നമ്മൾ ഇറങ്ങുവാണ്. ഇനി എവിടെ നിർത്തുന്നൊന്നുമില്ല. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ നിർത്തുന്നില്ല. സ്ട്രെയിറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഓൺ ദ വേ കുറച്ച് ബിറ്റ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ എത്താറായി ഏകദേശം. നമ്മുടെ കൂടെയുള്ളൊരു ഗൂഗിൾ മാപ്പ് ദേവനാണ്. എനിക്ക് വഴി അറിയില്ല, ദേവനെ അറിയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു എത്താറായി. ബോർഡൊക്കെ കണ്ടു. എലിക്സർ ക്ലിഫിലാണ് ഞാൻ പണ്ട് വന്നത്. അത് രണ്ടും ഏകദേശം അടുത്താണ്. ക്ലിഫ് സ്റ്റോറീസ് രണ്ടും ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? അവിടെ നിന്ന് കാറ് വന്നു. ഇതിപ്പോ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? എലിക്സർ ക്ലിഫിന്റെ ബോർഡില്ല. അപ്പോൾ നമ്മൾ ക്ലിഫ് സ്റ്റോറീസ് എത്തി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു വീട് ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റത്തൊരു സ്ഥലം ആക്കിയതാണ്. അപ്പോൾ ഒരു ഹോംലി വൈബാണ് മൊത്തത്തിൽ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വ്യൂ ആണ്, ബീച്ച് വ്യൂ. ഈവനിങ് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ ബീച്ച് വ്യൂ നമുക്ക് അപ്പം കണ്ടു. ഇങ്ങോട്ട് വേണം.
ആരുടെ ഇവിടുന്ന് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. സേഫായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി 2 റൂംസാണ്. റൂമൊക്കെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അവിടെ ഒന്നേ എനിക്ക് പട്ടി പേടി, ഇവിടെ ഫുൾ പട്ടീസാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി റൂമിൽ ചെന്നിട്ട് എൻ്റെ നമ്മുടെ റൂമിൽ മേളിലാണ്. വെട്ടിയൊക്കെ നമുക്ക് മേളിൽ പോകണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഞാൻ കേട്ടിട്ടുണ്ട് ഈവനിങ്ങും സൺറൈസ് ആൻഡ് സൺസെറ്റ് രക്ഷയില്ല, ഒടുക്കത്തെ വ്യൂ ആണ്. അപ്പോൾ പക്ഷേ ഇന്നിവിടെ മഴക്കോൾ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഈവനിങ് ആകുമ്പോൾ സണ്ണൊക്കെ വരും, ഇല്ലെങ്കിൽ സൺറൈസ് നാളെ രാവിലെ ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇതാണ് ഒരു റൂം. മറ്റേ താൻ ഇത് നമ്മുടെ റൂം. അത് നല്ലൊരു ഹോംലി വൈബാണ് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഹായ്ഡാ, കുഴപ്പമില്ല. ഇതാണ് ഈ റൂമിൽ ഞാനും ഗൗരിയും നന്ദനയായിരിക്കും. ആക്ച്വലി നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും കിടക്കുന്ന വരെ. നമുക്ക് ഇവിടെ നിന്ന് ചില്ല് ചെയ്യാൻ സ്ഥലമുണ്ട്. 2 കസേര, ജന്നൽ. ഗൈസ് വീഡിയോ എടുക്കുകയാണ്. ഹായ് പറയൂ. ഹായ്. നൈസ് റൂം അല്ലേ? എനിക്ക് ഈ പുറത്തും സ്ഥലമുള്ളത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. അവിടെ ചില്ല്. ഒരു ഹോംലി വൈബ് ഉണ്ട്. ഏത് ബീച്ച് വ്യൂ കാണിച്ചു. അപ്പൊ നമ്മള് ആക്ച്വലി വിചാരിച്ചക്കാട്ടിൽ വിചാരിച്ചക്കാട്ടിൽ 10:30 ആയതേ ഉള്ളൂ. നമ്മളൊരു 10:15 ഇവിടെ എത്തിയല്ലേ. അപ്പോൾ ലഞ്ച് കഴിക്കാൻ സമയമായില്ല. സോ ഇപ്പൊ വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് പതുക്കെ നമ്മൾ വെച്ച് ബീച്ചിൽ പോവാം, കുറച്ചു നേരം ബീച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് ലഞ്ച് കഴിക്കാം, എന്നിട്ട് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളത്ര ടയേർഡൊന്നും ഇല്ലല്ലേ ആക്ച്വലി. The view is so nice. Come. ഡോഗ് ലവേഴ്സിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കും. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഡോഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആരതയാണ് എടുക്കുന്നത്, ചില്ലായിട്ട് നിൽക്കുന്നത്. ഞാൻ മാത്രം ഇങ്ങനെ മാറിയൊക്കെ വരും. Come. The view is too good. പക്ഷെ മഴക്കോളാണൊരു സീൻ. എൻ്റെ ബർത്ത്ഡേക്ക് മഴയായ എൻ്റെ ആൾക്കാർ എപ്പോഴും ചോദിക്കും റെയിനി സീസണാണോ സണ്ണി സീസണാണോ ഇഷ്ടം. പക്ഷെ അപ്പം എനിക്ക് കൺഫ്യൂഷനോ. പക്ഷെ സത്യം വേണമെങ്കിൽ സണ്ണി സീസൺ തന്നെയാണ് ഇഷ്ടം കേട്ടോ. കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഔട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ റെയിനി സീസണേ കുറവും. പക്ഷെ ഇതിപ്പോൾ വെയിലില്ല, അതുകൊണ്ട് നമുക്കിങ്ങനെ ചുമ്മാ ഇതിപ്പോൾ സാധാരണ ഈ സമയമൊക്കെ അത്യാവശ്യം വെയിലാവും. 11 ആവാറായി. ഗുഡ്. ഐ ലൈക്ക് ദ വൈബ്. ഞാൻ നോക്കട്ടെ ചേട്ടാ, ആ ബോളൊന്ന് കാണിച്ചു. അടുത്തൊരു ഡോഗ് ലവർ എത്തിയിട്ടുണ്ട്. ബേസിക്കലി എല്ലാവരും ആണമ്മ. എൻ്റെ കയ്യിലെന്തോ വന്ന് വീണ്. ഉനക്കെന്ന വേണം சொல்லு ഉലകത്തെ കാട്ട് சொல்லு.
എടുത്ത തിരിച്ച് തരത്തില്ല. ആ വേണ്ടടാ, തിരിച്ച് തരത്തില്ല. എടാ നീ എന്റെ കയ്യിൽ നോക്ക്, സ്റ്റൈല് പുഴു. ഞാൻ കണ്ടിട്ടില്ലാത്ത പുഴുവാണ്, ഫക്കിയാണ്. അപ്പൊ ദേവന് ബാംഗ്ലൂരിലായോണ്ട് ബീച്ചില്ല, അപ്പൊ ആൾക്ക് ബീച്ച് കിടപ്പങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കിത് പ്രൈവറ്റ് ബീച്ച് പോലെ, അമ്മ സോറി, അപ്പൊ നമുക്ക് പ്രൈവറ്റ് ബീച്ച് പോലെ താഴേക്ക് പോവാം. അപ്പൊ ചെറുതായിട്ട് വെയിൽ ആക്ച്വലി വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പട്ടികൾ ഇത്ര പേടി എന്താന്ന് വെച്ചാൽ, ആക്ച്വലി പട്ടീനെ പെർട്ടിക്കുലർ ആയിട്ടല്ല, എനിക്ക് എന്ത് ആനിമൽസ് ആയിട്ടും നല്ല പേടി. എനിക്ക് പണ്ടും എൻ്റെ വീട്ടിൽ നല്ല ഒത്തിരി പൂച്ചകളുണ്ടല്ലോ, അതിലൊരു പൂച്ച, ഞാൻ പൂച്ചയായിട്ടൊന്ന് ഫ്രണ്ട്ലി ആവാൻ എനിക്ക് കളിക്കാൻ അടുത്തൊക്കെ പോയി ഒരൊറ്റ മാന്ത്. പിന്നെ എനിക്ക് ഒരു ടീറ്റിയും 9 ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ആ ഒരു പേടിയാണ് എനിക്ക് ഈ ആനിമൽസിനോടുള്ളൊരു ഭയം. എന്തെങ്കിലും മാറുമായിരിക്കും. എന്നിട്ട് കാലിൻ്റെ അവിടേക്ക് മൊത്തത്തിൽ എന്തോ ഒരു മൂടലുണ്ടെങ്കിലും വെയിലുണ്ടോണ്ട് ഞാനിപ്പോൾ താഴേക്ക് പോകണില്ല. എനിക്ക് വെയിൽ സീനാണ്. അമ്മയ്ക്ക് ഭയങ്കര സൺ അലർജി, എനിക്ക് അലർജി ഇല്ല, എന്നാലും ഞാൻ പെട്ടെന്ന് ഫാനാവും. അപ്പോൾ ഇതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ചുമ്മാ ഇരിക്കാം. നമ്മളതിൽ പ്രതീക്ഷിക്കുന്നതിനകത്ത് ഒത്തിരി നേരത്തെ എത്തി. തിരിച്ച് ഇവിടെ വന്ന് സ്ട്രേറ്റിൽ 5 കഴിക്കാം. പക്ഷേ നമ്മൾ ഞാനും ഓസം ഡ്രൈവേഴ്സ് ആയിരുന്നു. ഇഷാനിക്ക് പേടിയാണെങ്കിലും പോകോയ്ക്ക് ഇഷാനിനെ ഭയങ്കര ഇഷ്ടമായി. പോകോയ്ക്ക് ആക്ച്വലി കളിക്കണം എന്നുണ്ട് ഇഷാനിയോട്. എനിക്ക് പാവം തോന്നി, കളിക്കണം. എനിക്ക് ആ ബോളൊക്കെ കൊണ്ടൊക്കെ വന്നു തന്നെ അടുത്ത് ഇങ്ങനെയൊക്കെ ഓടണം എന്നുണ്ട്, പക്ഷെ പേടിയാ, എന്ത് ചെയ്യാൻ പറ്റും? അതൊരു തെറ്റില്ല. അമ്മൂന് പട്ടിയോട് പറഞ്ഞാൽ അമ്മു ഏരിയ വരത്തില്ല, അത്രയ്ക്ക് പേടിയാണ്. ഓസിക്ക് വലിയ കുഴപ്പമില്ല, ഹൻസിനും വലിയ കുഴപ്പമില്ല. എന്നാലും ആരും എൻ്റെ ഫ്രണ്ട്സിനെ പോയിട്ട് പിടിച്ച് കളിക്കത്തൊന്നുമില്ല. ക്യൂട്ട് ഡോഗ് കേട്ടോ, ഒരു പാവം വൈബാ. ചില പട്ടികൾ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് പേടി, പാവമാണ് കേട്ടോ. കളിക്കാനായിട്ടാണ് എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ ചില്ല് ചെയ്യാൻ തോന്നുന്നു. പോക നിന്നെ അങ്ങ് പ്രേമത്തിലായി പോയിട്ടു. പാവം കേട്ടോ, എനിക്ക് കഷ്ടം തോന്നാൻ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട്, പക്ഷെ എനിക്ക് പേടിയാ. കിട്ടിയോ? സോറി, എനിക്ക് എന്തെങ്കിലും പേടി മാറുമ്പോൾ ഞാൻ വരാൻ കേട്ടാ. നമ്മള് ലഞ്ച് കഴിക്കാൻ പോണേ മുന്നേ ചുമ്മാ റൂമിൽ ഇരിക്കാന്ന് വിചാരിച്ചു. ചുമ്മാ ഇരിക്കുന്ന സമയം ധം ഷെറാറ്റ്സ് കളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നടക്കുവാണ്. ഞാൻ ആരതി നന്ദിതയാണ് 1 ടീം, ഗൗരി നന്ദന ദേവൻ 1 ടീം. ദേവൻ ഓൾറെഡി ഒരു സിനിമ പറഞ്ഞു, ഇപ്പൊ ഷൂട്ട് ചെയ്യാല്ലേ. 1 വേർഡ് മലയാളം, അതിലെ സെക്കൻഡ് വേർഡ് തന്റെ അനിയത്തി ഭദ്ര. സെക്കൻഡ് വേർഡ് ദ്ര. ഭദ്ര, അനന്തഭദ്ര. ഗൗരിക്കാണ് കൊടുത്തേക്കുന്നത്. മലയാളമാണ്, കുറച്ച് ടഫാണ് പറയാൻ. ടൈം നോക്കാം ആരത്തി, ഒരു സെക്കൻഡ്. പടം ടഫല്ല, പക്ഷെ പറയാൻ കുറച്ച്. എനിക്കറിയില്ല കാണിക്കാൻ. ഓക്കെ, ഇനി മിണ്ടല്ലേ, സൗണ്ട് ഉണ്ടാക്കരുത്. ഓക്കെ ഓക്കെ, എത്ര ടൈം നോക്ക്. ശരി ശരി. ഇംഗ്ലീഷ് എത്ര വേർഡ്സ് ഉണ്ട്? 3 വേർഡ്സ്. ഫസ്റ്റ് വേർഡ് 4 അപ്പൊ 2 വേർഡ്. അതിൽ ഫസ്റ്റ് വേർഡ് സ്പ്ലിറ്റ് ചെയ്ത് മലയാളത്തിൽ പറയാം. ഞാനും ഒരു ടീമില് ടിവിയിൽ കാണുന്ന പറയണം. ആങ്കറിങ് അതാരാണ്? അതിലൊരാളുടെ പേരാണ് ആങ്കർ. എന്റെ മലയാളം ഒരു പരിപാടി മലയാളം, ഏതൊരു മലയാളം പരിപാടി എടുത്ത് പറയണം. അതിന്റെ പരിപാടിയുടെ ഇംഗ്ലീഷ് പ്രോഗ്രാം, ഫംഗ്ഷൻ, ഫെസ്റ്റിവൽ,
സീരീസ് സെക്കൻഡ് വാക്ക് പറ. മെലഡി ഓഡിഷൻ ഒരു ടി വി ഷോയിന്റെ ഷോ ദി ഗ്രേറ്റസ്റ്റ് ഷോമാൻ ഷോ ആണ് സ്റ്റാർട്ടിങ് ഷോ ആയിട്ട് തുടങ്ങുന്നത് ഷോ സ്റ്റോപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഷോ ഓക്കെ അതിന്റെ ബാക്കി പറ ഷോപ്പിംഗ് മറ്റേ ഊതുന്നത് ശങ്ക അവിടെ സമയം കലക്കി അത് കലക്കി കൊള്ളായിരുന്നു മിണ്ടായി ടൈം സ്റ്റാർട്ട് ആയില്ല ഓക്കെ പഴയതാണ് രണ്ടാമത്തെ ലവ് പ്യാർ മൂന്നാമത്തെ ചാവിയുടെ ഹിന്ദിയാ ചാവി കീ प्यार की अजब प्रेम की गजब कहानी താരം അവര് 50 സെക്കൻഡ്സിനുള്ളിൽ നിർത്തി കേട്ടോ നമ്മൾ ഒരേ ഒരു അടുത്ത ഞാനാണ് തോക്കൂന്ന് വിചാരിച്ചു ആ ഒരു കീ Three words. Okay, split chapter. സ്വിച്ചാക്കിയാലും പറയാൻ അറിയില്ല First word, split. ടൈമർ നോക്കുന്നുണ്ടോ? Show. എന്ത്? Swag. ഷോയിന്റെ വേറെ. എന്ത്? What? എന്താ? തൊപ്പി. Hey man. Okay. Hey man. What's up? സപ്തമശ്രീ തസ്കര. അത് മാത്രമേ പറയാൻ പറ്റൂ ഇത് മാത്രം കാണിച്ചാൽ മതിയാ. സപ്തമശ്രീ എനിക്ക് 7 വേറെ ശരി ശരി ആദ്യത്തെ 2 തവണ നമ്മളെ ജയിച്ചില്ല ആദ്യത്തെ ഹീറോ ടൈം പറഞ്ഞു നമ്മളിനി ഊണോ കളിക്കാൻ പോവാണ് ഇത് ഓസിയാണ് സ്റ്റൈൽ പ്ലസിൽ പോയിട്ട് ബാർബിയുടെ എഡിഷൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഒരു സ്റ്റേക്കേഷൻ ഉള്ളപ്പോ ലോകത്തുള്ള എല്ലാ ഗെയിംസും കളിക്കണം നമുക്ക് ഊണോ കളിക്കാം ഊണോയിൽ ആര് ജയിക്കുന്ന നമുക്ക് കണ്ടറിയാം അങ്ങനെയൊന്നുമില്ല ദേവൻ നമുക്ക് പറയാൻ പറ്റാത്ത കുറെ 10 വാക്കുള്ള തമിഴ് പാട്ടൊക്കെ തന്നു എനിക്ക് മറ്റേ എസ്സി ആണ് തന്നത്. അപ്പൊ ആ സിനിമയുടെ പേരെന്തോന്നായിരുന്നു എന്തോന്ന് തല ഇങ്ങനത്തെ പടം സത്യം ഇങ്ങനത്തെ പടം തന്നിട്ട് അവര് ജയിച്ചെന്ന് പറയാം നമ്മള് നല്ല എളുപ്പ പണം കൊടുക്കും ക്രോണിക്കൽസ് ഓഫ് നാർണിയ നമ്മള് ചേൻകുലി കി മേൻകുലി അജബ് പ്രേം കി ഗസബ് കഹാനി ക്രോണിക്കൽസ് ഓഫ് നാർണിയ നോട്ട് എ ബിഗ് ഡീൽ ഓക്കെ അപ്പൊ ഇനി എന്തായാലും നമ്മൾ ഊണോ കളിക്കാൻ പോവാണ് ഷഫിൾ ചെയ്തോടാ ഇത് പൊട്ടിക്കാത്തതാണല്ലേ പൊട്ടിച്ചത് ബെസ്റ്റ് ഞാൻ വീട്ടിൽ വെച്ചിട്ട് റെഡി പണ്ട് ഊണോ കളിച്ചിട്ട് ഞാൻ ജയിച്ചില്ലെങ്കിൽ എനിക്ക് ഫ്രസ്ട്രേഷൻ ആവും ഞാൻ എല്ലാവരുടെയും കാടൊക്കെ എറിയും ഇത്തവണ നോക്കാം നമ്മൾ കുറേ നേരം കാത്തിരുന്നു ഫുഡ് അവരിപ്പോൾ റെഡിയാക്കി തന്നതാണ് ഇതെന്താണ് പെപ്പർ ചിക്കൻ അല്ലേ പെപ്പർ ചിക്കൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ ഞാൻ ഒരു ബട്ടർ ചിക്കൻ ഫാനാണ് നിങ്ങൾക്കൊക്കെ ഏതാ ഇഷ്ടം എല്ലാം ഇഷ്ടം രണ്ടും എല്ലാം കഴിക്കും എന്ത് കിട്ടിയാലും കഴിക്കും ഇപ്പോൾ അതാണ് അവസ്ഥ സോ ഷാൽ വി അറ്റാക്ക്
അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു. നമ്മളിനി അടുത്തത് ബീച്ചിൽ പോവാണ്. ഹായ് ഗൈസ്. ചെറുതായിട്ട് അതെ മഴയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകണോ വേണ്ടത് ഇങ്ങനെ. പക്ഷെ ബീച്ചാണ് ഇവിടുത്തെ ഒരു മെയിൻ. മിക്കവാറും പോവും. വലിയ മഴയില്ല, ചെറിയ മഴ. കടലിൽ കളിക്കത്തൊന്നും ഇല്ല കേട്ടോ. അവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും. എന്റെ ആളുടെ ഷെയ്ഡ്സ് ഏകദേശം സെയിം അല്ലേ? ഷെയ്ഡ്സ് കാണിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ സീരിയസ് ആയിട്ട്. ഓക്കെ, നമുക്ക് താഴെ പോകാം. ബൈ. ഇറങ്ങി നേരെ ചെറിയൊരു ടാസ്ക് ആയിരുന്നു. ഒരു ഫൺ. എനിക്കും ഗൗരിക്കും മഴയിൽ നനയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കുട വെച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. 2 മന്ദബുദ്ധികളെ പോലെ. പ്രത്യേകിച്ച് ഞാൻ. അത് കുഴപ്പമില്ല, സ്റ്റൈലായിട്ടുണ്ട്. എന്നെ നോക്കും, പൊട്ടനെ പോലെ ഇല്ലേ. ഇത്രയും നേരം ഇത്രയും മഴയില്ല. കറക്റ്റ് നമ്മൾ ബീച്ച് വരാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഇത്ര മഴ. നമ്മളിവിടെ നിൽക്കുക. മറ്റേ കുട്ടികൾ എന്ത് ചെയ്യുന്നു കാണിച്ചു തരാം. മഴയൊന്നൊരു പ്രശ്നമല്ല. നമ്മളെ വിളിച്ചു. ഞാൻ പറഞ്ഞു സോറി, ഞാൻ ലെൻസും കൂടെ വെച്ചേക്കണം. ഞാൻ അങ്ങ് ഒഴുകി പോകും ലെൻസിൻ്റെ കൂടെ. ഞാനവിടെ എൻജോയ് ചെയ്യുന്നു. ആരതി ഹായ്. നോ യാർ. എല്ലാരും അപ്പോൾ ബീച്ചിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ എനിക്ക് വ്ളോഗ് എടുക്കാനേ സമയം കിട്ടിയില്ല. ധൃതിയായിപ്പോയി. നമുക്ക് വെളിയിൽ പോകണം. ദ ബീച്ച് ഇസ് ടു ഗുഡ്. ഓക്കെ, ബട്ട് നമുക്കൊരു പ്രൈവറ്റ് ബീച്ചാണ്. ഒട്ടും ആൾക്കാർ വരത്തില്ല. ജസ്റ്റ് ഇവിടെ വരുന്ന ആൾക്കാർ മാത്രമേ കാണൂ. സോ ഫുൾ പ്രൈവസിയാണ്. പക്ഷേ ഇന്നും മഴ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച അത്ര എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ നോർമൽ ഡേ ദെൻ ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ഡ്രസ് ചെയ്തു. വർക്കല ക്ലിഫിൻ്റെ ആ ഏരിയയിൽ പ്ലാനിങ് ടു ഗോ ഫോർ ഡിന്നർ. അവിടെ എത്തിയിട്ട് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറും. എല്ലാവരും താഴെ എത്തി. ഞാൻ ലേറ്റായി. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ബാക്കി എടുക്കാൻ പറ്റും. നല്ല ഇരുട്ടാണ്. പക്ഷെ അവിടെ കടലിൽ മറ്റേ ലൂമിസൻ സംതിങ് പ്ലാങ്ടൺസ് എന്തോ ഇല്ലേ, അതുണ്ട്. ഓടി വരാൻ പറഞ്ഞു. ആ വരുന്നു. വാ വാ. ഫോണിൽ കണ്ടുകൂടാ. അപ്പോൾ നമ്മൾ വർക്കലയിലെ ഡെൽമാർട്ട് കഫേയിൽ ഡിന്നർ കഴിക്കാൻ വന്നേക്കുവാണ്. ഇവിടെ ഞാൻ മുന്നേ 2 തവണ വന്നിട്ടുണ്ട്. ഞാനും ദേവിനും വന്നിട്ടുണ്ട്. എല്ലാവരെയും കാണിക്കാം. ഫുഡ് വന്നു. ഞാനിപ്പോൾ ഭയങ്കര ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന കുട്ടി. എനിക്ക് അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ മൂട്. പക്ഷേ പിന്നെ അവൻ്റെ തന്തൂരി ചിക്കനൊക്കെ പറഞ്ഞത്. അപ്പോൾ ഡിന്നർ കഴിഞ്ഞു. ഹൗ വാസ് ദ ഡിന്നർ? ആക്ച്വലി വെരി ഗുഡ് അല്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് എടുക്കാം. എൻജോയ്മെൻറ്റ്. ഇതാണ് ക്ലിഫ് സ്റ്റോറീസിലെ നൈറ്റിലെ ഒരു വൈബ്, which is very pretty and calm and nice. കുറച്ചൊരു അടുത്തോട്ട് വരും കുട്ടി. അതെനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പണ്ടൊക്കെ കടലിലെടുത്ത ഒരു വീഡിയോ എടുത്തായിരുന്നല്ലോ വർക്കൗട്ടിൻ്റെ. ഞാൻ മൈക്ക് വെച്ചിട്ട് എൻ്റെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ആലറി വിളിച്ച് സംസാരിച്ചാലേ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും.
ജസ്റ്റ് ലവ് ദ വൈബ്. പക്ഷെ നമ്മളിപ്പോൾ വെളിയിൽ പോയിട്ട് വന്നുകൊണ്ട് നമ്മളെല്ലാം നല്ല ടയേർഡായിട്ട് ഇവിടെ അങ്ങ് ജസ്റ്റ് ഇരിക്കുന്നില്ല. അവിടെ ഇരിക്കാൻ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് ഞാൻ കാണിക്കാം, ഇപ്പോൾ ഉണ്ട് കാണിച്ചാൽ കാണാൻ പറ്റില്ല. അവിടെ വന്ന് റിലാക്സ് ചെയ്യുന്നൊരു നല്ല വൈബാണ് കേട്ടോ. എല്ലാവരും റൂമിൽ പോയി. പക്ഷെ എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വരുന്ന ഗൗരി വന്നു. ഇനി ആരെങ്കിലും ആരതി ഉണ്ട്. ആരതിയാണ് ക്യാമറമാൻ, ക്യാമറ വുമൺ. വേറെ ഇനി ആരെങ്കിലും പിറകെ വരുമെന്ന് അറിഞ്ഞൂടാ. ക്ലൈമറ്റും കൊള്ളാം, ഭാഗ്യം. മഴ നമ്മളെ രാത്രി ചതിച്ചില്ല കേട്ടോ. ബീച്ചിൽ പോയപ്പോൾ ഫുൾ മഴയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇറ്റ്സ് ഓൾ ഗുഡ്. വി ഹാഡ് എ നൈസ് ഡിന്നർ. ഇവിടെ വന്നു. ഇന്ന് നമ്മൾ ഊണോ കാർട്ട് കളി. ഊണോ ഉച്ചയ്ക്ക് കളിച്ചായിരുന്നല്ലേ, നമ്മളെ കളി. എന്നിൽ പ്രോബബ്ലി ഗോ ടു സ്ലീപ്പ്. നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കും. ഈ ഒരു 1 ഡേ ട്രിപ്പിനാണ് ഇത്ര എക്സൈറ്റ്മെന്റ് കാണിച്ചത്. സ്റ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഓസിയോ അമ്മയോ ആരുമില്ല, ഫ്രണ്ട്സായിട്ട് മാത്രം വരുന്ന ഫസ്റ്റ് ട്രിപ്പായിരുന്നു. വെരി എക്സൈറ്റിംഗ്. കടലിൻ്റെ സൗണ്ട് കേൾക്കാനല്ലേ, വേവ്സ് ഉണ്ട്. ചിലപ്പോൾ അത് മാത്രമേ കേൾക്കാൻ പറ്റില്ല, സൗണ്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷെ നൈസ് ബീച്ച്. ഇവിടുത്തെ സൗണ്ട് കേട്ടാൽ അറിയാലോ ഇവിടുത്തെ വൈബ്. വെരി കാം ആൻഡ് പീസ്ഫുൾ. ബട്ട് ആംബിയൻസ് ഒക്കെ നല്ല, ആംബിയൻസ് വെരി നൈസ്. ഫുഡും നല്ലതാണ്. ഫുഡും നല്ലതാണ്. എസ്പെഷ്യലി എനിക്ക് ഈവനിങ് നൈറ്റ് ആംബിയൻസ് കുറച്ചുകൂടെ നല്ലത്. ഈ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഇപ്പം മരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ്. പക്ഷെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഇനി ഇരിക്കണം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഐ തിങ്ക് ഞാൻ ഉറങ്ങാൻ പോണേ മുന്നേ ഒരു ബിറ്റും കൂടെ എടുക്കാം. ദെൻ പ്രോബബ്ലി ഇൻ ദ മോർണിംഗ് ടുമോറോ. ഓക്കെ ബൈ. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇങ്ങനെ ചെറിയ ഹൈറ്റ് ഇല്ലാത്ത സോഫയൊക്കെ ഉണ്ട്. വരുന്നേ അവർ കുറേ നേരം പാവം നമ്മൾ വിളിക്കുന്ന ഒരു റീൽ എടുക്കാനായിട്ട്. ഓടിപ്പോട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ്. രാത്രി കിടക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്തില്ല. നമ്മൾ ഊണോ കളിച്ച് അങ്ങനെ കിടന്നു. മോർണിംഗ് സൺറൈസ് കാണാനായിരുന്നു പ്ലാൻ. പക്ഷേ ഞാൻ എണീച്ചപ്പോൾ 8:30 എനിക്ക് നന്ദനയാണ് ആദ്യം എണീച്ചത്. 7 മണി. എല്ലാവരും എന്തായാലും സൺറൈസ് മിസ് ചെയ്തു. അപ്പോൾ ഡ്രസ്സ് നമുക്ക് ആക്ച്വലി വിചാരിച്ചേക്കാണ് കുറച്ച് ലേറ്റായി എണീച്ചപ്പോൾ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓടണം. പാക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഗോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങോട്ട് പോകാൻ പാ. എനിക്ക് തോന്നുന്നു നമ്മളെയാണ് ആ പട്ടിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അർദി പ്ലീസ്, അർദി. നമ്മളെയാണ് ആ പട്ടിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സമാധാനം. പക്ഷെ പട്ടി വന്ന് ജീവിതം പോയി. ഞാൻ മരിച്ചു. ദിസ് ഈസ് our ബ്രേക്ക്ഫാസ്റ്റ്. എഗ്, കുഴപ്പമില്ല, എഗ് ആൻഡ് ബ്രെഡ്. എനിക്ക് ഈ പ്ലേസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കടലിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നല്ല വ്യൂ ആസ്വദിച്ചിട്ട് കഴിക്കാം. ഇവിടെയാണ് ഇന്നലെ ഞാൻ വന്നിരുന്ന് സംസാരിച്ച് ഈ ലൈറ്റൊക്കെ ഉള്ള സ്ഥലം. ഓക്കെ ഓക്കെ. എടാ നീ കം. എനിക്കൊന്നും നമ്മൾ 6 പേരിൽ എന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഇന്നലെയും ഞാൻ കണ്ടു, ഇന്നും ഞാൻ കാണുന്നുണ്ട്. സോ വി ആർ റെഡി ടു ഗോ. അപ്പോൾ പോകുന്നതിന് മുന്നേ അബൌട്ട് ദിസ് പ്ലേസ്. സോ ഇത് ക്ലിഫ് സ്റ്റോറീസ് വർക്കലയാണ്. ലൊക്കേഷൻ അടിച്ചാൽ കിട്ടും. ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ടു സ്റ്റേ. ഒരു ടിപ്പിക്കൽ ഹോട്ടൽ റിസോർട്ട് വൈബല്ല, മോർ ലൈക്ക് എ ഹോം സ്റ്റേ അല്ല, പക്ഷേ ഒരു ഹോം സ്റ്റേ വൈബാണ്. വെരി കംഫർട്ടബിൾ ആൻഡ് ദ വ്യൂസ് ഇസ് ടു ഗുഡ്. ഇന്ന് നമ്മൾ പോകുന്ന ദിവസം അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ പോകുന്ന ദിവസം കറക്റ്റ് നല്ല വെയിലാണ്. ഇന്നലെ നല്ല മഴയും. ബട്ട് ദാറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമുക്ക് രാവിലെയൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. സോ വർക്കലയിൽ ആരെങ്കിലും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ വരുവാണെങ്കിൽ ഡു വിസിറ്റ് ക്ലിഫ് സ്റ്റോറീസ്. റിയലി എൻജോയ്. പിന്നെന്താ, ദ ഫുഡ് വാസ് റിയലി ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാട്ടർമെലൺ ജ്യൂസാണ്. അങ്ങനെ കിട്ടുന്നുണ്ട്. എനിവേസ് നമുക്ക് പോകാൻ ലേറ്റായി. ഗൗരിയുടെ ചേച്ചിയൊക്കെ നാട്ടിൽ വരുക, അപ്പോൾ ആൾക്ക് നല്ല ലേറ്റായി. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.